എനിക്കാണെങ്കിൽ വൈകിട്ടായപ്പോൾ നല്ല വിശപ്പ്. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാനും ഈ ദിവസം കൂടി വണ്ടി എടുത്തുകൊണ്ട് നേരെ ചങ്ങനാശ്ശേരി ബൈപ്പാസിലോട്ട് പോയി. അതിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നല്ല ചിക്കൻ ബിരിയാണിയുടെ സ്മെല്ല്. ഒരു ആൻറ്റിയും അങ്കിളും കൂടി നടത്തുന്ന ഒരു ഫുഡ് ട്രക്ക്. അങ്ങനെ കുറേ ആൾക്കാർ അവിടെ ഫുഡൊക്കെ മേടിക്കാൻ വന്ന് നിൽപ്പുണ്ട്. അപ്പം ഞങ്ങളും ഇങ്ങനെ അവിടെ നിർത്തിയിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. സ്മെല്ല് മാത്രം പോരല്ലോ, ഫുഡ് കഴിക്കാനും എങ്ങനെ ഇരിക്കണം എന്നറിയണമല്ലോ. എനിക്ക് കൈ കഴുകാനുള്ള മടി കാരണം ഞാൻ നിച്ചൂസിനോട് പറഞ്ഞു, നീ എനിക്ക് ഫുഡ് വാരി തന്നാൽ മതിയെന്ന്. അവൾ ഫുഡ് വാരി തന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഒരു രക്ഷയില്ലാത്ത അടിപൊളി ബിരിയാണിയായിരുന്നു. നമ്മുടെ ഹോം മെയ്ഡ് ബിരിയാണി. സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാളായിട്ട് ബിരിയാണി ഒന്നും കഴിക്കാണ്ടിരിക്കുമായിരുന്നു. എനിക്കങ്ങനെ ബിരിയാണിയോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. എന്നുവെച്ചാൽ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് ഒരിടയ്ക്ക് എനിക്ക് ഈ ബിരിയാണിയോടുള്ള ഒരു ഇതൊക്കെ അങ്ങ് പോയി. പക്ഷേ ഈ ബിരിയാണി കഴിച്ചപ്പോൾ പിന്നെ എനിക്ക് ബിരിയാണിയോടൊരു ലവ് ഒക്കെ വന്നു. അങ്ങനെ അത് കൂടാതെ ഞങ്ങളൊരു ചിക്കൻ ലോലിപോപ്പും കൂടി ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ വൈകിട്ട് 6:30 തൊട്ടാണ് ഇവിടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 9 മണിയാകുമ്പം അവരുടെ പാത്രങ്ങളൊക്കെ കാലിയാവും. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ വന്ന് ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.